നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. ഇത് 3 കിലോ തള മീനാണ്. കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പുരട്ടി വെക്കണം. കുറച്ച് സമയം മാരിനേഷൻ ചെയ്ത് വെക്കണം. അത് നമുക്ക് ഒരു മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ എത്രയും ഇരിക്കുന്നു അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്ത് കോരണം. നമ്മളിപ്പോൾ മീൻ വറക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഇളക്കിയെടുക്കുമല്ലേ ചെയ്യുന്നത്, ഇളക്കി നോക്കുകയാണ്. നമ്മൾ മീൻ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയാണ് ഒഴിക്കുന്നത് ഇതിനകത്തോട്ട്. ഞാൻ കടുക്, കടുക് പൊട്ടുന്നത് വെയിറ്റ് ചെയ്യാം. നമുക്ക് കടുക് പൊട്ടി. ഇനി നമ്മൾക്ക് 50 ഗ്രാം ഉലുവ, ചെറുതായി എരിഞ്ഞത്, 100 ഗ്രാം വെളുത്തുള്ളി ചെറുതായി നീളത്തിൽ എരിഞ്ഞത്, പച്ചമുളക് 100 ഗ്രാം, കറി ലീവ്സ്, ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കുക. വഴന്നു. ഇതിലൊരു 50 ഗ്രാം വത്തലമുളക് അതുകൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇത് വഴന്നതിന് ശേഷം നമുക്ക് 6 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം നമുക്ക് നോർമൽ ചില്ലി പൗഡർ 6 ടേബിൾ സ്പൂൺ, അതിനുശേഷം ഉലുവാപ്പൊടി 2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, ശേഷം നമ്മൾക്ക് കായപ്പൊടി ചേർക്കാം. പൊടി അല്ലെങ്കിൽ കായം മുഴുവനായിട്ടുള്ളത് വറുത്ത് പൊടിച്ച് പച്ചമണം പോകുന്നത് വരെ നമ്മൾ വഴറ്റിയിട്ട് ശേഷം നമ്മൾക്ക് 300 ഗ്രാം നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. വിനാഗിരി 1 ലിറ്റർ. ഇതിൻ്റെ മസാലകളെല്ലാം പാകമായി വന്നു. അതിനുശേഷം നമുക്ക് ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടുക. ഉപ്പും പുളിയും അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനാണ് ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി മസാലയെല്ലാം ഇതിൽ പൊള്ളുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് പാകമായി. നമുക്ക് ഉപ്പും പുളിയും കറക്റ്റാണോ എന്ന് നോക്കട്ടെ ഞാനൊന്ന്. ഞാൻ നോക്കി. എനിക്കപ്പോൾ ഒരു ശകലം കൂടെ ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ശകലം കൂടെ ഉപ്പിടുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചതിന് ശേഷം തീ നിർത്തി അടുപ്പിൽ നിന്നും വാങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ അച്ചാർ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുമല്ലോ. താങ്ക് യു.